പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നോമ്പുകാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. ഈ നോമ്പുകാല 50 ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ, പ്രായശ്ചിത്തത്തിൻ്റെ, ഉപവിയുടെ അരൂപിൽ ജീവിക്കുവാനും നമ്മുടെ ജീവിതം ഒരു നവീകരിക്കപ്പെട്ട ജീവിതമാക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലത്തിൽ 3-ാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രധാനമായ 3 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും, എങ്ങനെയാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടതെന്നും, എങ്ങനെയാണ് ദാനധർമ്മം നടത്തേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് ദിവ്യനാഥൻ നമ്മോട് മനസ്സിലാക്കി തരികയാണ്. യഹൂദർക്ക് 613 നിയമങ്ങൾ ഉണ്ടായിരുന്നു. അവരത് കൃത്യമായിട്ടും പാലിക്കുകയും ചെയ്തിരുന്നു. അപ്രകാരം പാലിച്ചില്ല എങ്കിൽ അതിന് ശിക്ഷാ നടപടികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യഹൂദർ വളരെ കൃത്യമായിട്ടും തന്നെ ആ നിയമങ്ങൾ പാലിച്ചിരുന്നു. എന്നാൽ അവരുടെ ഈ അനുഷ്ഠാനങ്ങളിൽ വന്ന കുറവുകളെ യേശുനാഥൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ത്രിവിധ അനുഷ്ഠാനങ്ങളിൽ എങ്ങനെയാണ് അവർ പാലിച്ചതെന്നും അവർക്കുണ്ടായിരുന്ന കുറവുകൾ എന്താണെന്നും ദിവ്യനാഥൻ വളരെ വ്യക്തമായി തന്നെ നമ്മോട് അവതരിപ്പിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ അതിഭാഷണം ചെയ്യരുത് എന്നും, അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നാണ് അവരുടെ ചിന്ത. അത് തെറ്റായ ചിന്താഗതിയാണ്. അതുകൊണ്ട് യേശുനാഥൻ ഇപ്രകാരം പറയുക, നീ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക. യഹൂദർ ചിന്തിച്ചത് പ്രകാരമാണ്, തങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കേൾക്കുമെന്നാണ്. യഹൂദർ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും കാണുക, വഴിയിലും തെരുവേദിയുടെ മധ്യത്തിൽ നിന്ന് ഉറക്കെ എല്ലാവരും കാണാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്രകാരം അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് യഹൂദർ ചിന്തിച്ചിരുന്നത്. അതിനെ യേശുനാഥൻ തിരുത്തിക്കൊണ്ട് പറയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന്. മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ അറിയിക്കാനും വേണ്ടി കുറേ ഒച്ചപ്പാടുകൾ കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അപ്രകാരമായിരിക്കരുത്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുക. ഈ കൊറോണ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. കൊറോണ വൈറസ് മൂലം കുറേ ആളുകൾ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തി. നമ്മുടെ മെത്രാന്മാരും വൈദികരുമൊക്കെ അപ്രകാരം വീട്ടിലിരുന്നാൽ മതി, ഈ കൊറോണ കാലത്ത് നിങ്ങൾ പള്ളിയിലേക്ക് വേണ്ടി ഇറങ്ങി നടക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനും കൊറോണ മാറിയിട്ട് പോലും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളെ ചിലപ്പോൾ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയുകയായിരുന്നു, ഞാനിപ്പോൾ പള്ളിയിലൊന്നും വരാറില്ല അച്ഛാ, ഞാൻ വീട്ടിലിരുന്ന് കുർബാന വളരെ ഭംഗിയായി കാണുന്നു. ചാരുകസേരയിലിരുന്ന് അല്ലെങ്കിൽ സോഫയിലിരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ച് ശാന്തമായിട്ട് വിശുദ്ധ കുർബാന മുഴുവനും ഒരു കുറവുമില്ലാതെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ കുർബാന സ്വീകരണം നടത്തുന്നത് എങ്ങനെയപ്പോൾ? അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും അച്ഛാ, അത് അങ്ങോട്ട് പോകുമെന്ന്. പ്രിയമുള്ളവരെ, എന്ത് കുർബാനയാണ് അദ്ദേഹം കാണുന്നത്? എന്ത് പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തുന്നത്? ആരോഗ്യമുള്ള സമയത്ത്, രോഗമില്ലാത്ത അവസരത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ നാം ശ്രമിച്ചില്ല എങ്കിൽ ഇനി രോഗമുണ്ടാകുന്നൊരവസ്ഥയുണ്ട്, പ്രായമേറെയാകുന്നൊരവസ്ഥയുണ്ട്. അന്ന് ഒരു പക്ഷേ നമ്മളെ പള്ളിയിലേക്ക് എടുത്തുകൊണ്ട് വരേണ്ടി വരും. അപ്പോൾ ഈ ആരോഗ്യമുള്ള സമയത്ത് ദേവാലയത്തിൽ പോയി കൂദാശകളിൽ പങ്കെടുത്ത് കർത്താവുമായി പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ദൈവാനുഗ്രഹം ലഭിക്കുക. 2 അതിലധികം പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്നാണ് ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുക. ദേവാലയം, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികരൊക്കെ ഒത്തിരിയേറെ വിയർപ്പൊഴിച്ച് അധ്വാനം ചെയ്ത്
പടുത്തുയർത്തിയ കമനീയങ്ങളായ ദേവാലയങ്ങളാണ്. ആ ദേവാലയങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ പൂർവികന്മാർ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും പണിയിട്ടുണ്ടെങ്കിൽ ആ ദേവാലയത്തിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതിന് ദൈവാനുഗ്രഹം ലഭിക്കും. അപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ്, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ കൂദാശകളും മറ്റ് കൂദാശാനുകരണങ്ങളും നമുക്ക് ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയിലും കൂദാശയിലും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രമിക്കാം. നിങ്ങൾ ഉപവസിക്കുന്നത് എങ്ങനെയാണെന്ന് രണ്ടാമതായ ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ്. അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു, തല മൂടുന്നു, ചാരം പൂശുന്നു. അപ്രകാരമായിരിക്കരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിൽ ദൈവം കാണുന്നു. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ വസിക്കുക. ദൈവത്തോട് കൂടെ വസിച്ചവനാണ് യേശുതമ്പുരാൻ. 40 രാവും 40 പകലും ഉപവാസത്തിൽ ജീവിച്ച യേശുതമ്പുരാൻ പിശാചിനെ വെല്ലുവാൻ തക്ക വിധത്തിലുള്ള ശക്തി നേടി. അതുകൊണ്ടാണ് സാത്താൻ പരീക്ഷിക്കാൻ കടന്നു വന്നപ്പോൾ ആ പരീക്ഷയിൽ യേശുനാഥൻ വിജയിച്ചത്. സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സാത്താൻ്റെ ശക്തികളിൽ നിന്നും അവിടെ നിന്ന് വിമുക്തമാകുകയാണ്, ശക്തി നേടുകയായിരുന്നു, വിജയിക്കുകയായിരുന്നു. അതുപോലെ ഈ നോമ്പുകാലം നമുക്ക് ഉപവാസത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധീകരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ വിശുദ്ധീകരിക്കുമ്പോൾ തിന്മയുടെ, അന്ധകാരത്തിൻ്റെ, പാപത്തിൻ്റെ ചെയ്തികളെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകും. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ചില ആളുകളൊക്കെ ഇറച്ചിയും മീനും മുട്ടയും പാലുമൊക്കെ നോമ്പെടുക്കുന്നു. കൊച്ചുകുട്ടികളൊക്കെ മിഠായിക്കും അതോടൊപ്പം തന്നെ ഐസ്ക്രീമിനുമൊക്കെ നോമ്പെടുക്കുന്നു. അങ്ങനെ അവരെ തന്നെ നിയന്ത്രിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ് ഈ നോമ്പുകാലത്തിൽ. അങ്ങനെയുള്ള ഉപവാസം നടത്തി നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മൂന്നാമതായി, നീ എങ്ങനെയാണ് ധർമ്മദാനം ചെയ്യേണ്ടതെന്ന് നാഥൻ ഓർമ്മപ്പെടുകയാണ്. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൻ്റെ കാലമാണ്. കേട്ടതും കണ്ടതും തൊട്ടതും പിടിച്ചതും എല്ലാം തന്നെ പറഞ്ഞ നേരം കൊണ്ട് ലോകം മുഴുവനും അറിയുന്ന ആർക്കാണ് ആദ്യം അറിയിക്കാൻ സാധിക്കുക? ഞാൻ അറിയിക്കും എന്നുള്ള ചിന്തയിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ കടിപിടി കൂടി മുന്നിലെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ എത്രയോ അനാവശ്യമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്രകാരം കൊട്ടിഘോഷിക്കപ്പെടുക. നീ ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർ അറിയാതിരിക്കണം. നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന്. വിധവയുടെ ചെമ്പുകാശ് നമുക്കറിയാം. ദേവാലയ ഭണ്ഡാരത്തിൽ കുറേ പേർ വന്ന് കാണിക്കയിട്ടു. വമ്പന്മാർ വലിയ വലിയ പൈസകളും നേർച്ചയിട്ടു അവരുടെ ആ കഴിവിൽ നിന്നും. എന്നാൽ വിധവയായ ആ പാപപ്പെട്ട സ്ത്രീ തൻ്റെ 2 ചെമ്പ് നാണയം ദേവാലയത്തിൽ ഭണ്ഡാരത്തിലിട്ടപ്പോൾ ദൈവപുത്രൻ യേശുതമ്പുരാൻ അതിനെ ശ്ലാഘിക്കുകയാണ്, അതിനെ അഭിനന്ദിക്കുകയാണ്. കർത്താവായ യേശു അവളെപ്പറ്റി ഇപ്രകാരം പറയാണ്, ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. കാരണം അവൾ തൻ്റെ ഉപജീവനത്തിൽ വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. അവൾക്കിനി വേറെ അന്ന് ഭക്ഷിക്കാനായിട്ട് യാതൊന്നും തന്നെ പൈസയായിട്ടില്ല, പണമായിട്ടില്ല. അവൾ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ആ കാണിക്കയാണ്, ആ നേർച്ചയാണ് യേശുതമ്പുരാൻ അഭിനന്ദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിലൊക്കെ പലരും, നമ്മുടെ നാടുകളിലൊക്കെ പലരും, നമ്മുടെ രാജ്യത്തൊക്കെ പലരും വലിയ വലിയ തുകകൾ സമ്പാദിച്ചു വച്ചിട്ട് ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, അടുത്ത ജനറേഷന് വേണ്ടി, പിന്നത്തെ ജനറേഷന് വേണ്ടി, അങ്ങനെ പലവിധ ജനറേഷനും വേണ്ടി ഇങ്ങനെ കാത്ത് സൂക്ഷിച്ചിട്ട് സന്തോഷിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ധനികനോട്, ബോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്ന് ഞാൻ എടുക്കുന്ന പക്ഷം നീ സമ്പാദിച്ചു വച്ചിരിക്കുന്നത് ആരുടേതാകുമെന്ന്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഇനി എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കളപ്പര പൊളിച്ച് കൂടുതൽ വലിയ പണിയും, എന്നിട്ട് ഞാൻ ആനന്ദിക്കും, എൻ്റെ ആത്മാവെ തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്ന് പറയുന്ന ബോഷനായ ധനികനോട് പറയാണ്, ബോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ എടുക്കുന്ന പക്ഷം നീ സമ്പാദിച്ചു വച്ചിരിക്കുന്നവ ആരുടേതാകുമെന്നും. ആരുടേതാകും? അതേ പ്രിയരെ, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഈ ലോകത്ത് നീ നേടിയെടുത്താൽ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട്, സഹോദരൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടുമ്പോൾ
ഒരു നേരത്തെ മരുന്നിന് വേണ്ടി അവർ കഷ്ടപ്പെടുമ്പോൾ തിന്നുകുടിച്ച് ആഹ്ലാദിക്കുന്ന, പടക്കം പൊട്ടിച്ചും ഒട്ടും കുറവുമായി നടക്കുന്ന പല ആഘോഷങ്ങളെയും പല ആർഭാടങ്ങളെയും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ധനവാന്റെയും ലാസറിൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന സംഭവമുണ്ട്. ധനവാൻ ചുമന്ന പട്ടും മുതൽ വസ്ത്രവും ധരിച്ച് സുഭിക്ഷമായി ഭക്ഷിച്ച് കഴിയുകയായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ ഇതാ ലാസർ എന്ന ദരിദ്രനായ ഒരു വ്യക്തി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നായ്ക്കളുമായി കടിപിടി കൂടുക. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ ധനവാനോ നിത്യനരകാഗ്നിയിലേക്കാണ് എറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ് നിത്യനരകാഗ്നിയിലേക്ക് അദ്ദേഹം എറിയപ്പെട്ടത്? കാരണം മറ്റൊന്നുമല്ല, തൻ്റെ വീട്ടിൻ്റെ പരിപാടിക്കൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നായ്ക്കളുമായി കടിപിടി കൂടുന്ന ആ പാവപ്പെട്ട ലാസറിനെ ഒന്ന് പരിഗണിക്കാൻ പോലും സാധിക്കാതെ പോയ ധനവാൻ. അദ്ദേഹം നരകത്തിൽ തീച്ചുളയിൽ കിടന്ന് ഉരുകുമ്പോൾ വിളിച്ചു പറയുകയാണ്, അബ്രാഹമേ, നിൻ്റെ മടിയുള്ള ലാസറിനെ എനിക്ക് എൻ്റെ അടുത്തേക്ക് നയിക്കുക, എൻ്റെ നാവ് തണുപ്പിക്കുവാനായിട്ട്. മകനെ, നീയും ഞാനും തമ്മിൽ, ഞങ്ങളും തമ്മിൽ ഒരു അഗാധമായ ഗർത്തമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുവാൻ സാധിക്കുകയില്ല. നീ ഓർക്കണം, ഭൂമിയിൽ നിനക്ക് ഒത്തിരിയേറെ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, സമ്പാദ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ പാവപ്പെട്ട ലാസറിനോ കഷ്ടതകളും. ആ പാവപ്പെട്ട ലാസറിനെ പരിഗണിക്കാതെ പോയതാണ് ആ ധനവാന് വന്ന വലിയ തെറ്റ്. ഇന്ന് ഒത്തിരിയേറെ സമ്പാദിച്ചു കൂട്ടുന്ന ഓരോരുത്തരെയും നോക്കി നാഥൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. പക്ഷേ ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ എടുക്കുന്ന പക്ഷം നീ സമ്പാദിച്ചു വച്ചിരിക്കുന്നവ ആരുടേതാകും? പ്രിയരെ, ദൈവത്തിന് മുമ്പിൽ സമ്പന്നരാകാൻ നമുക്ക് ശ്രമിക്കാം. തുരുമ്പും കീടവും നശിപ്പിക്കാത്ത നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നിത്യസൗഭാഗ്യം, നമ്മുടെ ജീവിതം നിത്യസൗഭാഗ്യം നേടുക എന്നാണ്. ആ നിത്യസൗഭാഗ്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നന്മപ്രവൃത്തികൾ വഴി ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെ മനുഷ്യരായിക്കൊണ്ട്, ഉപവാസത്തിൻ്റെ അരൂപിൽ ജീവിച്ചുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യരാകുവാനും നമ്മെ തന്നെ നവീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ ഈ നോമ്പുകാലത്ത് നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശു മിശിഹായ്ക്കും തുതിയായിരിക്കട്ടെ.